ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് പ്ലസ്. എൻ്റെ പേര് സൂര്യത്ത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ഹാർഡ് ഡ്രൈവിനെ റാം ആക്കി ചേഞ്ച് ചെയ്യാം എന്നതാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോവുകയാണ് എങ്ങനെ നമ്മുടെ ഹാർഡ് ഡ്രൈവിനെ റാം ആക്കി ചേഞ്ച് ചെയ്യാം. അതായത് വിർച്വൽ റാം എങ്ങനെ നമുക്ക് കൂട്ടാം എന്നതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അത് കൂട്ടുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ കൂട്ടാൻ കഴിയും, പിന്നെ കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് കൂട്ടാൻ കഴിയും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ എക്സ്ട്രാ ഒരു റാം വാങ്ങി വെക്കുന്നത്രയും പെർഫോമൻസ് കിട്ടത്തില്ലെങ്കിൽ പോലും നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ ഉള്ള പെർഫോമൻസിനേക്കാളും കൂടുതലുള്ള ഒരു പെർഫോമൻസ് കിട്ടുന്നതായിരിക്കും. അതിനായി ആദ്യം നമ്മൾ നമ്മുടെ മൈ കമ്പ്യൂട്ടറിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കുക. അതിൽ അഡ്വാൻസ്ഡ് സിസ്റ്റം സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് പെർഫോമൻസ് എന്നൊരു ഓപ്ഷൻ വരും. വിഷ്വൽ എഫക്ട്സ്, പ്രൊസസ്സർ ഷെഡ്യൂളിംഗ്, മെമ്മറി യൂസേജ് ആൻഡ് വിർച്വൽ മെമ്മറി എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അവിടെ സെറ്റിംഗ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ മുകളിൽ അഡ്വാൻസ്ഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമ്മുടെ ടോട്ടൽ ഇപ്പോൾ ഉള്ള വിർച്വൽ മെമ്മറിയാണ് കാണിച്ചേക്കുന്നത്. അത് ചേഞ്ച് എന്നൊരിടത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്ക് ഫ്രീ സ്പേസ്, നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്ര GB റാം ആണുള്ളത്. എൻ്റെ ഈ കമ്പ്യൂട്ടർ ഞാനിപ്പോൾ 4 GB റാമേ ഇട്ടിട്ടുള്ളൂ. അത് കാരണം നമ്മുടെ റാമിൻ്റെ ഇരട്ടി റാം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ കഴിയും. അതിനായി ഇപ്പം 8 GB റാം ഉള്ള ഒരു ആളാണെങ്കിൽ നിങ്ങളുടെ ഹാർഡ് ഡ്രൈവിൽ ഏതെങ്കിലും വോളിയത്തിൽ 16 GB ഫ്രീ സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. അതേസമയം 4 GB റാം ഉള്ള ആളാണെങ്കിൽ 8 GB ഫ്രീ സ്പേസ് ഉള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. അതിനായി നമ്മളൊരു ഫ്രീ സ്പേസ് ഉള്ള ഒരു ഡ്രൈവ് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് കാണാൻ കഴിയും എത്ര MB ഫ്രീ സ്പേസ് ഉണ്ടെന്ന്. അതിനുശേഷം കസ്റ്റമൈസ് സൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. എൻ്റെ ഇതിൽ അതിനായി കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യുക. ഫോർ GB റാം എന്ന് പറഞ്ഞാൽ 4 × 1024 is equal to 4096 MB ആണ് ഇപ്പോൾ ഇതിൽ റാം ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. നമുക്കത് × 2 is equal to 8192 MB റാം നമുക്കിതിലേക്ക് ഇനി ആഡ് ചെയ്യാൻ കഴിയും. അതിനായി നമ്മളിവിടെ 8192 എന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ അതുപോലെ തന്നെ 8192 എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ദ ചേഞ്ചസ് യു ഹാവ് മെയ്ഡ് റിക്വയർ യു ടു റീസ്റ്റാർട്ട് യുവർ കമ്പ്യൂട്ടർ ബിഫോർ ദേ ക്യാൻ ടേക്ക് എഫക്റ്റ്. ഓക്കെ കൊടുത്ത് അപ്ലൈ കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഇപ്പോൾ റീസ്റ്റാർട്ട് നൗ എന്ന ഓപ്ഷൻ വന്നു. നമ്മുടെ വിർച്വൽ മെമ്മറി ഇപ്പോൾ കൂടിയിട്ടുണ്ട്. അത് നമുക്ക് ചെക്ക് ചെയ്യാനായി ദിസ് PCയുടെ പ്രോപ്പർട്ടീസ് എടുത്ത് നേരത്തെ ചെയ്തതുപോലെ തന്നെ അഡ്വാൻസ്ഡ് സിസ്റ്റം സെറ്റിംഗ്സിൽ കയറി അഡ്വാൻസ്ഡിൽ കയറി നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാം 10560 MB. നേരത്തെ ഇവിടെ 3000 സംതിങ് എത്രയായിരുന്നു കിടന്നിരുന്നത്. അപ്പോൾ അതിനർത്ഥം ഇത് കൂടിയിട്ടുണ്ടെന്നാണ്. ഇനി നമ്മൾ ഗെയിമൊക്കെ കളിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.